بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സൂറത്തുൻ നൂറിലെ 16 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ആദ്യം ഇറങ്ങിയ 10 ആയത്തുകളിൽ അവസാനത്തെ 5 ആയത്തുകളാണിത്. ഒരുമിച്ച് ഇറങ്ങിയത് 10 ആയത്തുകൾ, പിന്നെയും ഘട്ടം ഘട്ടമായി 8 ആയത്തുകൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉപദേശമാണ് നമ്മളോട്. വല്ലാത്ത ഉപദേശം. ഒരു വിഷയത്തിലും ഇങ്ങനെ ഉപദേശിച്ചത് മറ്റു വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റൂല. വലൗലാ ഇദ് സമഅ്തുമൂഹു ഖുൽതും, ഇത്തരം ഒരു വാർത്ത കേട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഈ വാർത്ത കൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് യോജിച്ചതല്ല, വിശ്വാസികളായ നമുക്ക് പറ്റിയ പണിയല്ല ഇത് എന്നെന്തേ നിങ്ങൾ പറയാതിരുന്നത്? സുബ്ഹാനക്, വളരെ വലിയ അത്ഭുതം. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ പറയണം ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വലിയ കളവാണ്, ചെറിയ കളവല്ല, മഹാകളവാണ്. ഈ ഒരു വാർത്തയെ പറ്റി ഇങ്ങനൊക്കെ പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ തഫ്സീർ വായിക്കാം. ഇതൊരു വലിയ കളവാണ്, വലിയ കളവാണ്, മറ്റു പലതും ആരോപിക്കുന്നത് പോലെയല്ല എന്ന് അല്ലാഹു തആല നമ്മളോട് പറയാൻ വേണ്ടി പറയാം. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ വിശ്വാസികൾ പറയേണ്ട വാക്കാണിത്, മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ. ആരുടെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കുടുങ്ങിപ്പോയാൽ നമ്മളിത് പറയാനില്ല, നിങ്ങൾ പറയാതിരിക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. പിന്നെയും അവിടെ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പറയേണ്ട പൊയ്ക്കോളി, നമ്മൾ അവരെ തള്ളിക്കളയാം. ഇനി സത്യത്തിൽ അങ്ങനെ വല്ല വാർത്തയും ഉണ്ടായിട്ട് തന്നെയാണ് അവർ പറയുന്നത് എങ്കിലും നമ്മൾ ദൃസാക്ഷികളല്ലല്ലോ. അപ്പൊ നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ ആഖിറം രക്ഷിക്കാൻ വേണ്ടി നമുക്കത് പറയാൻ പറ്റൂല എന്നവരോട് പ്രതികരിക്കും. അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു, അൻ തഊദൂ ലിമിസ്ലിഹി അബദൻ, ഒരു കാലത്തും ഇതുപോലെ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരാതിരിക്കാൻ.
ഇതുപോലെ ഒരു വാർത്തയിലേക്ക് നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. അന്ന് പെട്ടുപോയ ആളുകളെയും ശേഷം ഇത് സംബന്ധിയായി വിവരമില്ലാതെ കുടുങ്ങുന്ന മുഴുവൻ ആളുകളെയും മേലാൽ ഇതുപോലത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ മടങ്ങരുത്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അല്ലാഹു അവന്റെ സൂക്തങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, ഈ സംഭവത്തിൽ ഈ ഉപദേശം കഴിഞ്ഞിട്ട് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കേൾക്കാൻ താല്പര്യപ്പെടാത്തൊരു ടീം ഉണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും, അപ്പോഴും ഉണ്ടാവും. അവർക്കുള്ള നല്ലൊരു ശക്തമായ വാണി കൊടുക്കുക. അങ്ങനൊക്കെ നമ്മൾ ഉപദേശിച്ചല്ലോ. 4-5 ഉപദേശങ്ങൾ, ഹൃദ്യമായ ഉപദേശങ്ങൾ ഉപദേശിച്ചിട്ട് അള്ളാഹു പറയാൻ, ഇന്നല്ലദീന യുഹിബ്ബൂന, ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് അൻ തശീഅൽ ഫാഹിഷത്തു, എന്തെങ്കിലുമൊക്കെ ഒരു അനാവശ്യം പരന്നു കിട്ടണം. ഫില്ലദീന ആമനു, മുഅ്മിനീങ്ങളെ പറ്റി, വിശ്വാസികളെ പറ്റി എന്തെങ്കിലും ഒന്നും ഇല്ലാത്തതൊന്നും ഇങ്ങനെ പരന്ന് അതിങ്ങനെ 4 ആള് ഷെയർ ചെയ്ത് അതങ്ങനെ പോയി ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞ് ഓനൊക്കെ ഒന്ന് വഷളാകണം എന്ന് താല്പര്യപ്പെടുന്ന ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ടത്. മുമ്പത്തെ കാലത്തൊന്നുമല്ല, ഖുർആൻ എല്ലാ കാലത്തേക്കുള്ളതല്ലേ. വിശ്വാസികൾ എന്തെങ്കിലും ഒരു ഷെയ്മുകേട് വരണം, എന്നിട്ട് ഓര് പൊന്താൻ പാടില്ല, ഒരു താഴണം. അവര് ഇനി ഇവിടെ അങ്ങനെ ഉഷാറായി വരാൻ പാടില്ല. ഇനി നമ്മളെ വക എന്താ സഹായമുള്ള നമ്മൾ ചെയ്യണം. അത് പോസ്റ്റർ ആകട്ടെ, ലഘുലേഖയാകട്ടെ, വാട്സാപ്പ് ആകട്ടെ, ഏതാപ്പായാലും വേണ്ടില്ല. അതിലൂടെ ഒക്കെ ഇത് പരത്താൻ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന ആളുകൾ അല്ലാഹു തആല പറയാണ്, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്. ഫിദ് ദുനിയ, ദുനിയാവിലുണ്ട്. വഫിൽ ആഖിറത്തി, പരലോകത്തുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അനാവശ്യം, ഒരു മോശത്തരം വിശ്വാസികളിൽ പരക്കണമെന്നും അവരതുകൊണ്ട് തകരണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്. എന്താണ് ആ ശിക്ഷ എന്നൊക്കെ തഫ്സീർ വായിക്കുമ്പോൾ നമുക്കതിന്റെ കടുപ്പം മനസ്സിലാവും. ദുന്യാവെന്ന കിട്ടുന്ന ശിക്ഷയെക്കാളും വലിയ ശിക്ഷ വേറെ അല്ല എന്ന് പറയലായിരിക്കും നല്ലത്. ആഖിറത്തിൽ പിന്നുള്ള ശിക്ഷ പറയണ്ടേ ഇല്ലല്ലോ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതുകൊണ്ട് ഇങ്ങനൊക്കെ ഉപദേശിച്ചാലും ഒരു ടീം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ഉണ്ടത്. ഏതെങ്കിലും ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യം സംഭവിച്ചാൽ അത് ക്ലിപ്പാക്കി നാടോരം മുഴുവനും അത് പകർത്താനും അത് ഷെയർ ചെയ്യാനും അതിനു വേണ്ടി തന്നെ ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ഏമാന്മാർ. ഒരപാകത, ഒരാളിൽ നിന്ന് തെറ്റ് സംഭവിച്ചു, ഇസ്ലാമിലെ അതിൽ വ്യക്തമായ മാനമുണ്ട്. അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. സഹോദരങ്ങളെ, നമ്മൾ എത്ര തെറ്റ് അള്ളാഹു മറച്ചു വെക്കുന്നുണ്ട്. നമ്മൾ വ്യക്തിപരമായി ചിന്തിച്ചു നോക്കട്ടെ. നമ്മൾ എത്ര തെറ്റുകൾ അള്ളാഹു മറച്ചു വെക്കുന്നുണ്ട്. അള്ളാഹു സത്താർ ലൂബായിട്ട് വേറൊരാളെ തെറ്റ് അക്ഷരാർത്ഥത്തിൽ കണ്ടു എന്ന് കൂട്ടിക്കും. ഇതെങ്ങനെ പറയല്? അയാളെ ഉപദേശിക്കാൻ മാന്യമായിട്ട് നമുക്ക് അർഹതയുണ്ട്. മറ്റൊരാളോട് പറയാൻ നമുക്ക് അർഹതല്ല. ഇനി അത് പറയണമെങ്കിൽ ഒരു വഴിയുണ്ട്. നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കൂല, മറ്റേ ആൾ പറഞ്ഞാൽ കേൾക്കും. അവിടെയും ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസ്ലഹത്തെ ഉദ്ദേശിക്കാവൂ, അയാളെ തകരാനോ മോശാകാനോ വഷളാകാനോ ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഇതല്ലാതെ എന്ത് വകുപ്പാണുള്ളത്? നിങ്ങൾ നോക്ക്, അങ്ങനെ കുടുങ്ങുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള കാകത്തുള്ള ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കുടുങ്ങൂലേ? ഒക്കെ ഇതിൽ പെടും. അതിനുവേണ്ടി മാത്രം കച്ച കെട്ടിയിറങ്ങിയ ഒരു ടീമുണ്ട്. ഒരു വാർത്ത ഉണ്ടായാൽ മതി, അവർ ഒരു 2-3 മിനിറ്റിനെ ക്ലിപ്പ് വലിക്കും. അല്ലോ, അവരൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വിചാരിക്കും പോലൊക്കെ ഒരു മുത്തുമുമിനികൾ ലോകത്ത് ജനിച്ചോന്ന് കരുതും. അവർക്കെല്ലാരും കണക്കാണ്. ആലിമീങ്ങളും കണക്കാണ്, സയ്യിദന്മാരും കണക്കാണ്, എല്ലാരും കണക്കാണ്. ഖുർആനും കണക്കാണ്, ഹദീസും കണക്കാണ്, ഒക്കെ കണക്കാണ്. അപ്പൊ വിശ്വാസികളെ പറ്റി ഒരു അനാവശ്യ വാർത്ത പരക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് എന്തുണ്ട് എന്നാ അള്ളാഹു പറഞ്ഞത്? ദുന്യാവിലും ശിക്ഷ ഉണ്ട്, ആഖിറത്തിനും ശിക്ഷ ഉണ്ട്. ശേഖന്മാരൊക്കെ വരുന്നേ ഉള്ളൂ, തണുപ്പുണ്ടോണല്ലേ? നിങ്ങളൊക്കെ വൃശ്ചികം മകരമാസത്തിൽ കൂടുതൽ കൊണ്ടുവരണം. നല്ല വിഷയമാണ്, നമ്മൾ കേൾക്കണം. നമ്മളെപ്പോലെ നമ്മൾ ശരിക്കും ആലോചിക്കണ ഈ വിഷയത്തെ പറ്റി. നമ്മളുടെ ഇടയിലൊക്കെ നടക്കുന്ന സാധു മനുഷ്യന്മാരില്ലേ,
ഇതിലേക്കൊന്നും നാവോ കയ്യോ പ്രവേശിക്കാതെ പാവ അവരാന്റെ കുടുംബമായിട്ട് ഹാലും മാലായിട്ട് കഴിയണ ദീനീ പ്രവർത്തനം സഹകരിച്ചിട്ട് ഓലൊക്കെ പാലം നേരത്തെ കിടക്കും. മഹാ തരികിടക്കാരും മഹാവളവന്മാരും ഇല്ലേ, കുറച്ച് ബാക്കിലാണ് നിൽക്കുന്നുണ്ട് പോനായില്ല. ഇതൊന്നും അങ്ങനെ പോകൂലെന്നറിയാം. പടച്ചോനെ ഞാന് ദീനിന്റെ നെടുന്നു അവിടെ നിക്ക് പോനായില്ല. അതൊക്കെ എന്തേ നാട്ടില് പരിപാടി? ഇജല്ലേ മറ്റാളെ വാർത്ത പരത്തിയാള്. ആ നാട്ടിൽ ഒറ്റ കുട്ടി അറിയാത്ത വാർത്ത പറ്റിയല്ലേ. മറ്റേ ആളെ പിന്നെ മോൾക്ക് ഒരു കല്യാണം വന്നപ്പോ അയാളെ വിവാഹത്തിന്റെ മുമ്പുള്ള അവസ്ഥ പരത്തിയ നീയല്ലേ. നേരത്തെ അയാള് സത്യത്തിൽ ഒരു കള്ളുടിയൻ എന്തായിരുന്നു, ആയിക്കോട്ടെ ഇപ്പൊ അയാൾ നന്നായിക്കണം. പിന്നെന്തിനാ പിന്നെ അത് പറയേണ്ട ആവശ്യം? നോക്കിങ്ങനെ നമ്മളാൾക്കാരെ മനസ്സിന്റെ ഒരു ദുഷ്കരമായ അവസ്ഥ ഉണ്ടാകുമല്ലോ. യൗവന കൗമാരകാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമല്ലോ. ആൾക്കാർക്ക് ഉണ്ടായി നോട്ടിട്ട് വൈകല്യല്ലേ, സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ കൂട്ടം കൂടിയിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ അയാൾ നന്നായി ഓൾറെഡി കല്യാണമൊക്കെ കഴിച്ച് പുതുജീവിതത്തിലേക്ക്, നമ്മൾ തന്നെ പറയല്ലോ പുതുജീവിതത്തിലേക്ക് പാത മൂന്നാണ് അള്ള ബർക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ. അങ്ങനെ ആൾ നന്നായി നല്ല മനുഷ്യനായി ജമാഅത്തിനൊക്കെ വന്ന് ജോലിയൊക്കെ ചെയ്ത് കുടുംബം പോറ്റി പാപ്പാനിമാനും നോക്കി നല്ല രൂപത്തിലാണ് മക്കളൊക്കെ റാഹത്തായി. ഈ കുട്ടികളെ 4-5 കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ച് വളർത്തി. ഒരു കുട്ടി കല്യാണം വന്നപ്പോ അന്വേഷിക്കാൻ വന്നപ്പോ നമ്മളെ വക, നമ്മളതിന് കാത്തു നിൽക്കുന്നു. അല്ല നമ്മളെ ഹയാത്താണ് നീട്ടിയത്. നമ്മളെ വക അയാളെ ഈ 10 വയസ്സിലൊക്കെ വളരെ മോശം, ഇതിലൊക്കെ കള്ളുടിച്ചു. എന്തിനാപ്പ നമ്മളത് പറയേണ്ട ആവശ്യം? നിങ്ങൾ നോക്കി മനുഷ്യന്റെ മനസ്സ് എത്ര മലിനമാണ്. ഇതാരാ പറയുന്നത്? മിഹ്റാബിന്റെ നേരെ വേക്കിൽ, ഇമാമിന്റെ നേരെ വേക്കിലാണ് ജമാഅത്ത്. ഇങ്ങനെ കുറെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ കുറെ നോമ്പിട്ടും കാര്യം നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ആ മനുഷ്യന്റെ കുട്ടികൾ ഒരു കാലത്തും ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് ഇവനെന്തോ ഒരു നിയ്യത്താക്കിയ പോലല്ലേ. ആ നാട്ടുകാർ പലരും ചോദിച്ചു, വാർത്ത നമ്മളൊന്നും അറിയില്ലല്ലോ, അവരൊക്കെ മറന്നു വയ്ക്കണ്. പലരും മറന്നുപോയിട്ടുണ്ട് ആ വിഷയം തന്നെ. അയാളെ കൂട്ടുകാരന്റെ വിഷയം മറന്നുപോയിട്ടുണ്ട്. കാരണം അയാൾ നന്നായതുകൊണ്ട്. അല്ലാഹു തആല പറഞ്ഞു തെറ്റ് ചെയ്ത ആളും നന്നായാലേ നമ്മൾ പുറത്തു കൊടുക്കും. പക്ഷെ മനുഷ്യന്മാരൊന്നും പുറത്തു കൊടുക്കൂല. അല്ല പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ തീരെ എന്താ, അള്ളാഹ് പുറത്തു നമ്മൾ പുറത്തു കൊടുക്കുക ഇല്ല. അവരുമായി ബന്ധപ്പെട്ട ഹക്കല്ലത് വ്യക്തിപരമായിട്ടുള്ള വൈകല്യങ്ങളാണ്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു അനാവശ്യം പരക്കണമെന്ന് ഉദ്ദേശിച്ച് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് വ്യാപിപ്പിക്കുന്ന ആളുകൾക്ക് ലഹും അദാബുൻ അലീം, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുണ്ട്. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലുണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ആരൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാർ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നല്ലേ നിങ്ങൾക്കറിയൂല, അള്ളാഹ്ക്കറിയും. അങ്ങനെ മനസ്സിലൊരു മോഹമായിട്ട് നടക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്നല്ലേ ചോദിക്കാൻ നിൽക്കുന്നത്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഉസ്താദ് എങ്ങനെ താല്പര്യപ്പെട്ട് കൂടുന്ന ആളൊക്കെ ഉണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയും, നിങ്ങൾ അറിയില്ല. പിന്നെ എന്താ അള്ളാഹ് പരസ്യമാക്കാത്തതെന്നോ? വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാന്റെ ഔദാര്യം അള്ളാന്റെ റഹ്മത്തും ഇല്ലെങ്കിൽ ഇതിന്റെ ലിസ്റ്റ് അള്ളാഹ് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഇത്ര ആള് ദുനിയാവിലും ആഖിറത്തിലും അദാബ് കൊള്ളാനുള്ളവരാണ്. പക്ഷെ അള്ളാഹ് മഹാ ഔദാര്യവാനാണ്. അല്ലെങ്കിൽ എത്ര സീക്രട്ട് പുറത്താവും. നമ്മളെ ഐഡന്റിറ്റി അള്ളാഹ് പുറത്താക്കിയതിനെ നമുക്ക് ഇവിടെ തലബന്ധിച്ചെടുക്കാൻ കഴിയോ? അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. എത്ര വലിയ സത്ര അള്ളാഹു ചെയ്യുന്ന നിങ്ങൾ നോക്ക്. നിസ്കരിക്കാത്തൊരു മനുഷ്യന് രാവിലെ എണീറ്റ് ആഫിയത്തോടു കൂടെ ജോലിക്ക് പോകില്ലേ? മൂമിനാണോന്? സുബൈക്ക് നിസ്കരിക്കാത്തവനും വെള്ളം കുടിക്കാൻ താഴോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്, ഭക്ഷണം ഇറങ്ങുന്നുണ്ട്. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ മടി കാണിക്കണം, രാവിലെ എണീറ്റ് കുടുംബം പോറ്റാൻ ജോലിക്ക് പോകില്ലേ? അള്ളാഹു എത്ര വലിയ സത്താറാണ്, എത്ര വലിയ ഐബ് മറച്ചു വെക്കുന്ന ആളാണ് അള്ളാഹു തആല. ഓൻ അന്ന് നിസ്കരിക്കാത്തതിന്റെ ഒരു സ്പോട്ടിൽ ഓൻ അദാബ് കൊടുക്കാൻ അള്ളാഹ് കഴിയൂലേ? എത്ര വലിയ ഔദാര്യവാനാണ് അള്ളാഹു തആല. അപ്പൊ ഇങ്ങനെ താല്പര്യപ്പെടുന്ന ആളുകൾ ആരാ നിങ്ങൾ ചോദിക്കണ്ട. അള്ളാഹു എന്റെ ഔദാര്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് മറച്ചു വെക്കുകയാണ്. അള്ളാഹു വല്ലാത്ത കൃപാലുവും മഹാകാരുണ്യവാനുമാണ്. ഇവിടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് നിങ്ങൾ നോക്ക്. തുടക്കത്തിൽ 16-ാമത്തെ ആയത്തിൽ പറഞ്ഞത് വല്ലാത്തൊരു ആയത്താണ്, ആയത്തുകളാണ് ഈ ആയത്തൊക്കെ. വലൗലാ ഇദ് സമിഅ്തുമൂഹു, ഇത്തരം ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തേ ഖുൽതും നിങ്ങൾ പറയാതിരുന്നത്? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, നമുക്കിത് പറയാൻ പറ്റൂല, ഇത് പറയുന്നത് നമുക്ക് യോജിച്ചതല്ല, നമ്മൾ പറയണ്ട എന്നങ്ങ് പറഞ്ഞൂടെ? നമ്മളെ അങ്ങനെ അറിഞ്ഞു ആരോട് പറയണ്ടട്ടോ.
പറയണ്ട, ഓൽക്കല്ല പുറത്തോട്ട് പറയണ്ടോ. അങ്ങനെയല്ലേ ഒരു മനസ്സിൽ, നിങ്ങൾ ആരോടും പറയണ്ട, നമ്മള് മറച്ചാൽ സംഗതി ഞാനും നിങ്ങൾ അല്ലല്ല, ഇതൊരു പോസ്റ്റർ ഇതന്നെ വേണമെന്നതിന്റെ പേരിൽ അങ്ങനെ തുരിഞ്ഞാലേ നമ്മൾ അള്ളാഹുടെ പാഠം പഠിപ്പിക്കും. നമ്മളിൽ പിന്നെ പറയാത്ത കുറവൊന്നും ഉണ്ടാവില്ല. അത് സ്വന്തം ഭാര്യനെ കൊണ്ട് പറയിപ്പിച്ചാൽ പോരെ? അള്ളാഹു തആലക്ക് പുറത്തുനാൾ വേണോ? സ്വന്തം മക്കൾ കൊണ്ട് പറയിച്ചാൽ പോരെ? ഇത്തരം വാർത്ത കേൾക്കുമ്പോ ഉടനെ വിശ്വാസി എന്തേ പറയാതിരുന്നത്? എന്നിട്ട് നോക്ക് നിങ്ങൾ, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വലിയ കളവാണ്. കാരണം ഇവിടെ ശരീഅത്ത് നടപ്പിലാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നബിമാര്. ബീബി ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ പത്നിയല്ലേ? നബിമാരെ ഇവിടെ അല്ലാഹു തആല നിയോഗിച്ചത് എന്തിനാ? കുഫറിൽ നിന്ന് തൗഹീദിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാനാണ്. നിഫാഖിൽ നിന്ന് ഇഖ്ലാസിലേക്കും കുഫറിൽ നിന്ന് തൗഹീദിലേക്കും ക്ഷണിക്കാനാണ്. ഭാര്യ സത്യത്തിൽ കാഫിറായാൽ പോലും നബിയുടെ ഭാര്യ, ഒറ്റ നബിന്റെ ഭാര്യയും വ്യഭിചാരിയാകാൻ പാടില്ല. കാഫിറായ ഭാര്യ ഉള്ളതെങ്കിൽ ഭാര്യനെ ക്ഷണിക്കാലോ. ഓൾറെഡി ആ ഭാര്യക്ക് തിരിയില്ലെങ്കിൽ ഭാര്യനെ ക്ഷണിച്ചെന്താക്കാം, തൗഹീദിലേക്ക് കൊണ്ടുവരാം. എന്നാലും ഒരു നബിന്റെ ഭാര്യയും സാനിയാകാൻ പാടില്ല, വേശ്യയാകാൻ പാടില്ല. ഭാര്യയാവും, പക്ഷെ ഭാര്യന്റെ ബന്ധുവും കാര്യങ്ങളൊക്കെ അല്ല. നിക്കാഹ് നേരത്തെ നടന്നുകൊണ്ട് ഭാര്യക്ക് പിന്നെ കുഫർ വരാലോ. ഇപ്പൊ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായിട്ട് നിൽക്കുമ്പോ തന്നെ കുഫർ ലാസ്റ്റാണ് വെളിവായത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യ, അവരിൽ മക്കൾ ഉണ്ടാക്കണല്ലോ. ആ മക്കളിലൂടെ പിന്നെ നമ്മളൊക്കെ വന്ന് സന്താന പരമ്പരകൾ. ഈ രണ്ട് ഭാര്യമാരും കുഫർ വെളിവാക്കി. അവരെ നബിമാരെ നന്നായി ക്ഷണിച്ചു, സ്വീകരിക്കാത്തതുകൊണ്ട് അവർ അദാബിൽ പെട്ടുപോയി, എന്നൊന്നും നരകത്തിലായിപ്പോയി. പക്ഷെ അങ്ങനെയാണെങ്കിലും അത് ഒരു കുഫറിൽ നിന്ന് അവരെ ക്ഷണിച്ചു കൊണ്ടുവരാന്ന് വെക്കാം. നേരത്തെ കാഫിറായിട്ട് ഓലെ കല്യാണം കഴിച്ചു എന്നല്ലോ, നല്ല നടപ്പുകാരായിട്ട് ആയപ്പോഴാണ് ഓലെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചവരിങ്ങനെ വന്നു നോക്കുമ്പോ പിന്നെ ഓൽക്ക് ഇങ്ങനെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ കുഫറിന്റെ ആൾക്കാരോട് കൂടുതൽ സ്നേഹവും നബിയോട് കൂടുതൽ വെറുപ്പും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയി മാറി. അങ്ങനെ ഈ വിശ്വാസവഞ്ചന ചെയ്ത കാരണം അവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചിട്ടും അവർ വന്നില്ല, അത് അവർ വിട്ടുപോയി. അങ്ങനെയാണെങ്കിലും ഒരൊറ്റ നബിന്റെ ഭാര്യയും വ്യഭിചാരിയാകാൻ പാടില്ല, ആരോപിക്കപ്പെടുന്നവരാകാൻ പാടില്ല. അതവരെ പരിശുദ്ധിക്ക്. ഇപ്പൊ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയിലൂടെ 2 മക്കളുണ്ടായിട്ട്, രണ്ടും മുഅ്മിനീങ്ങളായ പെൺകുട്ടികളാണ്, ഈമാനുള്ള. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയിലൂടെ ഉണ്ടായ മക്കളിൽ 3 മക്കളിലൂടെയാണ് പിന്നീട് ലോകത്ത് സന്താന പരമ്പരകൾ വന്നത്. സാമു, ഹാമു, യാഫിസ്. കൻആൻ എന്നൊരു മകൻ ശിക്ഷയിൽ പെട്ടുപോയി, അദാബിൽ പെട്ടുപോയി. ഭാര്യയും പെട്ടുപോയി അദാബിൽ. അതുകൊണ്ടാണ് ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞത്, വഇന്നമാ ജാസ അൻ തകൂന ഇംറാത്തുൻ നബിയ്യി വഇന്നമാ ജാസ അൻ തകൂന ഇംറാത്തുൻ നബിയ്യി കാഫിറത. ഒരു നബിന്റെ ഭാര്യ കാഫിറാണെങ്കിൽ പോലും കംറാത്തി നൂഹിൻ വലൂത്തിൻ വലം തജുസ് അൻ തകൂന ഫാജിറതൻ. ഒരിക്കലും ഒരു നബിന്റെ ഭാര്യ വേശ്യപ്പെണ്ണാകാൻ പാടില്ല. ലിഅന്ന നബിയ മബ്ഊസുൻ ലിൽ കുഫാർ. കാരണം ഏതൊരു നബിയും കാഫിരീങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. അപ്പൊ അവരെ കൂടെ ഒരു കുഫറുണ്ട്, അത് അവർക്ക് തിരിയാത്തത് കൊണ്ടാണ്. എന്താണ് വിശ്വസിക്കേണ്ടത് തിരിയാത്തതുകൊണ്ടാണ്, അവരെ ക്ഷണിച്ചു കൊണ്ടുവരാനാണ്. പക്ഷെ അതിനേക്കാളും വെറുപ്പുള്ള സംഗതിയാണ് ഒരു നബിന്റെ ഭാര്യ എങ്ങാനും ഒരു ഫാജിറത്താവുക, ഒരു വേശ്യപ്പെണ്ണാവുക. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ സനത് ഇംറഅതു നബിയ്യിൻ ഖത്തു. ഒരൊറ്റ നബിന്റെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ല. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നത് വിശുദ്ധിക്കെതിരല്ലേ? സന്താന പരമ്പരകൾ വരുന്ന ഇവരിലൂടെ അല്ലേ? ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ അത് അവരെ പരിശുദ്ധിയോട് ചേരൂല. അതാണ് അല്ലാഹ് പറഞ്ഞത്, സുബ്ഹാനക. ഇതെങ്ങനെ പറയും മനുഷ്യന്മാർ? ഇതെങ്ങനെ പറയും? ഇതെന്തൊരു അത്ഭുതം ഉണ്ട് ഇതില്. നിങ്ങൾ നോക്ക്, അത്ഭുതം പ്രകടിപ്പിക്കുമ്പോ പറയുന്നൊരു വാക്കാണല്ലോ സുബ്ഹാന. സുബ്ഹാനക, പടച്ചോനെ നിന്റെ വാഴ്ത്തി നിന്റെ പ്രകീർത്തനം സമ്മതിക്കുന്നു. ഹാദാ ബുഹ്താനുൻ അദീം. ഇത് പെരുങ്കളവാണ്, മഹാക്കളവാണ്. യഅലുകുമുല്ലാഹു അൻ തഊദൂ ലിമിസ്ലിഹി അബദൻ. ഒരു കാലത്തും ഇതുപോലത്തെ ഖദ്ഫിലേക്കോ ഖദ്ഫ് കേൾക്കുന്നതിലേക്കോ മടങ്ങാൻ പാടില്ല.
കേട്ട് ചിരിക്കുന്നതിലേക്കോ മടങ്ങാൻ പാടില്ല. ഖദ്ഫ് വൻകുറ്റല്ലേ? വൻകുറ്റങ്ങളായിട്ട് പറയപ്പെടുന്നു കേൾക്കപ്പെടുന്നതിനൊക്കെ തന്നെ ഉപദേശം. ഇനി വേറൊരു ഭാഗം അതിനായിട്ട് പറയണ്ട. ഖദ്ഫ് പറയല് വൻകുറ്റാണ്, കേൾക്കലും വൻകുറ്റാണ്, ചിരിക്കലും വൻകുറ്റാണ്. അതേപോലെ തന്നെ ഗീബത്തും, അതേപോലെ തന്നെ നമീമത്തും, അതേപോലെ തന്നെ കദിബും, അതേപോലെ തന്നെ ഫിത്നയും ഫസാദും ഒക്കെ ഇതുപോലത്തെ ഒരു സംഗതിക്ക് ഒരു കാലത്തും നിങ്ങൾ മടങ്ങി വരാൻ പാടില്ല. അല്ലാഹു തആല ഈ വിഷയത്തിൽ കുടുങ്ങിയ ആൾക്കാർക്കൊക്കെ ഇവിടെയും അതിന്റെ ചെറിയ ചെറിയ സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വരുമ്പോ ആയിഷ ബീവിയോട് ചോദിക്കും, ആയിഷ ബീവി, നിങ്ങളെ വിഷയത്തിൽ, നിങ്ങളെ കാര്യത്തിൽ മുനാഫിഖുകളൊപ്പം ചേർത്ത് സംസാരിച്ച ആളല്ലേ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു? എന്നിട്ടെന്താണ് നിങ്ങൾ ഇങ്ങനെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വല്ലാതെ സ്വീകരിക്കുന്നത്, ബഹുമാനിക്കുന്നത്? മൂപ്പർക്ക് അദാബുൻ അലീം, വലിയ ശിക്ഷ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചാണ്, ആ വിഷയത്തിൽ പങ്കെടുത്തവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. വഅയ്യു അദാബിൻ അശദ്ദു മിനൽ അമാ. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് അവസാനം കാഴ്ചയില്ലാതായി പോയിട്ടുണ്ട്. അന്ധതയെക്കാളും വലിയ അദാബ് ഏതാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, എന്റെ വിഷയത്തിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു കിട്ടേണ്ടത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള മഹബ്ബത്ത് എന്താണെന്നറിയോ? വകാന യറുദ്ദു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ, ശത്രുക്കളോട് പ്രതികരിക്കാൻ ഇത്ര കഴിവുള്ള ഒരാള് ഞാൻ കണ്ടിട്ടില്ല. നബി തങ്ങളെ കളിയാക്കിയിട്ട് ശത്രുക്കൾ അപ്പുറത്തുനിന്നൊരു പാട്ട് പാടിയാൽ ആ പാട്ടിന് തിരിച്ച് ഇനി മേലാൽ അവർ പാടാതിരിക്കാൻ ചുട്ട മറുപടി കൊടുക്കാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്ത വ്യക്തിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങനെ മദ്ഹ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് അല്ലാഹു തആല അതിന്റെ വകുപ്പ് കൊടുത്തിട്ടുണ്ട്. തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അത് വേറെ വിഷയം. ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല, അല്ലാഹു തആല കാണിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട് അവിടെ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മള് തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ നന്മകളെ കൊണ്ടൊക്കെ അല്ലാഹു തആല അത് പുറത്തുനിന്ന് ഇങ്ങനെ മാഫാക്കി, എവിടെങ്കിലൊക്കെ അതിന്റെ ഒരു പ്രതികരണം ഉണ്ടാവും. ഏതെങ്കിലും ഭാഗത്തിന് ഒരു പ്രതികരണം ഉണ്ടാവും. മിക്ക ആളുകൾക്കും ഹയാത്തിൽ ലാഹിറിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും പ്രതികരണം വരുന്ന രംഗം മൗത്തിന്റെ നേരമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സങ്കടപ്പെടുത്തുന്ന അവസ്ഥകൾ വരുമ്പോ നേരത്തെ ചെയ്തു വെച്ച ഏതോ ചാബല്യങ്ങളുടെ പേരിൽ അനുഭവിക്കുന്ന അനുഭവമാണത്. ബാക്കിയുള്ള സമയത്തൊക്കെ ഡീസന്റ് ആയിട്ട് അങ്ങനെ മട്ടത്തിൽ അങ്ങനെ പോയി, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊന്നും വിഷമമൊന്നുമില്ലാതെ അങ്ങനെ നീങ്ങി. പക്ഷെ അവിടെ അത് വല്ലാത്തൊരു നേരല്ലേ. ഇനി അവിടെയും ഇല്ല എങ്കിൽ പാരത്രിക ലോകത്തിന്റെ പ്രധാന കവാടമായ ഖബറിലായിരിക്കും ചിലരൊക്കെ അനുഭവിക്കുക. മൗത്തിന്റെ അടുത്തൊന്നും വാഹിറായിട്ടില്ല, വെളിവായിട്ടില്ല. എവിടെങ്കിലൊക്കെ വെച്ച് അല്ലാഹു തആല അതിന്റെ പ്രതികാരം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടാക്കാനെന്നല്ല, അല്ലാഹു തആലാന്റെ ശിക്ഷ ലാഹിറാക്കാതിരുന്നത് വലിയ റഹ്മത്താണ്. പക്ഷെ അത് രഹസ്യം വെച്ച് നമുക്കവൻ പ്രതികാരം വീട്ടും. അതിനാണ് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ വേണ്ടി അള്ളാഹു ഉപദേശിക്കുന്നത്. ഉണ്ടായ ഒരു സംഭവത്തിന്റെ ബാക്കിയിൽ അള്ളാഹു പറയുന്നു, നോക്ക്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു കഥ കേട്ടാൽ, ഇങ്ങനത്തെ ഒരു വിഷയം കേട്ടാൽ മേലാൽ ഇതിലേക്ക് മടങ്ങരുത്. അള്ളാഹുവിന്റെ വഅദാണ്, ഉപദേശമാണ്. ഒരു കാലത്തും ഒരിക്കലും ഇതുപോലത്തെ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ മടങ്ങാൻ പാടില്ല എന്ന് അല്ലാഹു തആല ഉപദേശിക്കുന്നു. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. വ്യക്തമായ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചെന്നു. എന്നിട്ട് അവസാനം പറയാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നല്ലത് ധരിക്കണം എന്ന് പറഞ്ഞാൽ നല്ലത് മറ്റുള്ളവരെ പറ്റി വിചാരിക്കണം. അങ്ങനത്തെ ഒരു നിലപാട് തന്നെയാണ് സ്വഹാബത്തും സ്വീകരിച്ചിരുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ദീനീ ദഅവത്ത് ഏറ്റെടുത്ത ഉടനെ ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ജനങ്ങളെ, അയ്യുഹന്നാസ് ഇന്നൽ വഹയ ഖദ് ഇൻഖതഅ മിനസ് സമാ. വഹി ഇനി ഏതായാലും ഇറങ്ങൂല.
അത് നബി തങ്ങൾക്കല്ലേ ഇറങ്ങുള്ളൂ, വഹി ഇറങ്ങൂല. നമ്മള് നിങ്ങളെ പിടികൂടുന്നതും നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതൊക്കെ നിങ്ങൾ ലാഹിറിൽ നിന്ന് എന്താണോ വെളിവാകുന്നത് അത് നോക്കിയിട്ടാണ്. ഫമൻ അൽഹറ ലനാ ഖൈറൻ അമന്നാഹു വഖറബ്നാഹു. ലാഹിറിൽ നമ്മളോട് നല്ലത് വെളിവാക്കുന്ന ആളെ നമ്മൾ വിശ്വസിക്കും, അയാൾ നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും. വലൈസ ലനാ മിൻ ശരീറത്തിഹി ശൈഉൻ. രഹസ്യങ്ങളൊന്നും നമ്മൾ നോക്കൂല. അല്ലാഹു യുഹാസിബുഹു. അത് അല്ലാഹു ഹിസാബ് എടുക്കും. രഹസ്യം നമ്മൾ അല്ലാഹുവിലേക്ക്. വമൻ അൽഹറ ലനാ സൂഅൻ ലം നുഅ്മിൻഹു വലം നുസദ്ദിഖുഹു. നേർക്ക് നേരെ വെളിവാക്കുന്നത് തന്നെ ചീത്തയാണെങ്കിലോ ഓൻ നമ്മൾ വിശ്വസിക്കൂല, ഓൻ അംഗീകരിക്കൂല. ജനങ്ങളൊക്കെ പറഞ്ഞാലും ശരി, ഓന്റെ സ്വകാര്യം നല്ലതാണെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞാലും ശരി, ബാഹ്യതലത്തിലോ മോശാണോ നമ്മൾ ഓനെ സ്വീകരിക്കൂല. ഇതുകൊണ്ടാണ് ദുനിയാവിലുള്ള ഹുക്കുമുകളൊക്കെ ലാഹിർ വെച്ചാണ് ഹുക്കുമ നോക്കുക, സ്വകാര്യം വെച്ചിട്ട് നോക്കൂല. ലാഹിറിൽ എങ്ങനെ എന്ന് നോക്കിയിട്ടാണ് ദുനിയാവിൽ ഹുക്കുമൊക്കെ നടപ്പിലാക്കുക. അപ്പൊ അല്ലാഹുത്താല ചെയ്ത ഔദാര്യം കൊണ്ട് അല്ലാഹുത്താല മറച്ചു വെക്കുകയാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ. അനാവശ്യം നീച എന്തെങ്കിലും സ്വഭാവങ്ങൾ പരക്കണം, വ്യാപിക്കണം, എല്ലാ ആളുകളും അറിയണം വിശ്വാസികളെ പറ്റി എന്നാഗ്രഹിക്കുന്നവർ, എന്തെങ്കിലുമൊക്കെ ഒരു മോശപ്പെട്ട വാക്ക്, ലഹും അദാബുൻ അലീം, ദുനിയാവിൽ അവർക്ക് വലിയ ശിക്ഷയുണ്ട്. ഇമാം തബരി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞു, ദുനിയാവിലുള്ള അദാബ് എന്താ അറിയോ? ഇങ്ങനെ മറ്റുള്ളവർ മോശാകണം, അനാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ഒരു തകരണം എന്ന് വിചാരിക്കുന്നവർക്ക് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ എന്താ അറിയോ? അൻമാത മുസിറൻ ഗൈറ തായിബിൻ. കുറ്റകൃത്യം ചെയ്യുന്നവനായിട്ട് അവൻ മരിച്ചു പോകും, തൗബക്ക് ചാൻസ് കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കുറ്റകൃത്യം ചെയ്യുന്നവനായിട്ട്, എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്യുന്നവനായിട്ട് അങ്ങനെയാണ് മൗത്തായി പോകും, തൗബക്ക് അവന് ചാൻസ് കിട്ടൂല. ഇതിനേക്കാളും വലിയ അദാബ് ദുന്യാവിൽ ഇനി എന്താ വേണ്ടത്? ദുന്യാവിൽ കടുത്ത വേദനിപ്പിക്കുന്ന ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചർമ്മരോഗങ്ങൾക്ക് വരുന്ന വേദനയെക്കാളും വലിയ വേദനയാണിത്. ഇത് കാര്യം വലിയ പ്രശ്നല്ലേ? ഇവിടെ തൗബ കിട്ടാതെ മരണപ്പെട്ടു പോയ ബാക്കി അവിടെ നിൽക്കണ്ടേ? തൗബ കിട്ടിയാൽ കുറെ ഒരു പരിഹാരല്ലേ? തെറ്റും കുറ്റം ചെയ്ത ആൾക്ക് തൗബ കിട്ടിയാൽ ആ തൗബക്ക് എന്തൊരു സൗന്ദര്യമുണ്ട്. ഇപ്പൊ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് നബിയെ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നൊന്ന് ശുദ്ധിയാക്കി തരണം എന്ന് പറഞ്ഞു. മായിസ് റളിയല്ലാഹു അൻഹുവിനെ ഹദ്ദടിക്കാന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കി. ഈ ശിക്ഷ നടപ്പിലാക്കുമ്പോ ഈ ഏറിങ്ങനെ കണ്ടപ്പോ ഒന്ന് രണ്ടാൾക്കാർ അപ്പുറത്തു നിന്ന് പറഞ്ഞു, എന്തിനാ അയാൾക്കത് മറച്ചാ പോരെ, എന്തിനാപ്പാ സ്വഹാബി അത് പോയി നബി തങ്ങളോട് പറഞ്ഞു. അതങ്ങോട്ട് സീക്രട്ടാക്കി വെച്ച് അള്ളാഹു തആലയോട് കേണപേക്ഷ നടത്തി. അത് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്. നബിയേ, എന്നിൽ അങ്ങനെ സംഭവിച്ചു, ഞാനാണ് അതിന്റെ പ്രതി, എനിക്ക് എന്താണോ അതിൽ വേണ്ട ത്വഹാറത്ത് എനിക്ക് നടത്തി തരണം, ശിക്ഷ നടത്തി തരണം. അപ്പൊ ഇങ്ങനെ സംസാരിച്ച ആൾക്കാർ സംസാരിച്ചിട്ട് എത്ര പറഞ്ഞു എന്നറിയോ? അങ്ങനെ പോയി പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പൊ നായൻ എറിയുമ്പോൾ എറിയപ്പെട്ടത്. ഇത് അവര് സ്വകാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഓല് നല്ലതും മായിസ് റളിയല്ലാഹു അൻഹു മോശം എന്നല്ലേ? അതാണപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അതാണോ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? തെറ്റ് ചെയ്തിട്ട് ശിക്ഷ കിട്ടുന്ന ആൾക്കാരെ പറ്റിയിട്ട് ബാക്കിയുള്ളവർ എന്താ കരുതുന്നത്? ചെയ്ത ആള് ഇപ്പോഴും മോശം, ശിക്ഷ അയാൾ ഏറ്റെടുത്ത് തൗബ ചെയ്യുമ്പോഴും ആള് മോശം. ആര് നല്ലൊരു ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ ഒരു വലിയ ആൾക്കാർ. അത് കഴിഞ്ഞ് ആ രണ്ടുപേരെയും അടക്കമുള്ള സംഘത്തോടൊപ്പം നബിതങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് അവരെ വിളിച്ചു. ആ രണ്ടാൾക്കാരെ പേരെടുത്ത് വിളിച്ചു, വരുന്ന നിങ്ങളിതായി കുഴിയിലൊന്ന് ഇറങ്ങി, അതിലെന്തോന്നുണ്ട്, അതെടുത്ത് നിങ്ങൾ ഭക്ഷിച്ചോടി. അപ്പൊ അവർ നോക്കുന്ന സമയത്ത് ഇന്നഹാ ജീഫത്തു ഹിമാരിൻ, അതൊരു കഴുതന്റെ ശവാണ്. നബിയെ, അതൊരു കഴുതന്റെ ശവല്ലേ, തിന്നാൻ പറ്റൂലല്ലോ. അല്ല, നിങ്ങൾക്ക് നല്ല അതാണ്. അല്ല നബിയെ, ഞങ്ങൾ സാധാരണ തിന്നലുമില്ല, ഇപ്പൊ ഞങ്ങളോട് തങ്ങൾ പ്രത്യേകിച്ച് തിന്നാൻ പറഞ്ഞു. അല്ല, നിങ്ങളല്ലേ മായിസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി കുറ്റം പറഞ്ഞവര്? ശിക്ഷ നടപ്പിലാക്കുമ്പോ ഏറുകൊള്ളുമ്പോ നിങ്ങളല്ലേ ആരോപിച്ചത്? നിങ്ങളെ നാവ് കൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത് ഹത്താ റുജിമ റജുമൽ കൽബ്, നായനെ എറിയുമ്പോൾ എറിയപ്പെട്ടു, നിങ്ങളല്ലേ പറഞ്ഞത്? എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്?
നിങ്ങൾക്കറിയുമോ ആരാണ് മഹാനെന്ന്? ലഖത്താബ തൗബതൻ, മായിസ് ഇബ്നു മാലിക് തങ്ങൾ ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഖുസിമത് ബൈന അഹ്ലിൽ മദീനത്തി ലവസഅതുഹും, മദീനക്കാർക്കിടയിൽ ഒന്നായിട്ട് ആ തൗബ വിതരണം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ആ തൗബ മതിയാവുമായിരുന്നു. ചെറിയ തൗബല്ല ചെയ്തത്. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഊരക്കെട്ട് വരെ ഒരു കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഏറി വരുമ്പോ ബാക്കോട്ട് കയ്യും കിട്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും ഇതിന്റെ ഹാല്? ഈ ഖിലാസോടെ തൗബന്റെ ഒരു മനസ്സോടല്ലാതെ ആരോ ഇത് ഏറ്റെടുക്കും? ഇതെന്താ സംഗതി? ആരോന്ന് മാങ്ങക്കെറിഞ്ഞ് ഏറി തലേ വന്ന് വീണാൽ തന്നെ എന്തൊരു ഇടങ്ങേറുണ്ടോ? ഇത് ചെയ്ത തമ്പിന് ഇഖ്ലാസോടെ തൗബ ചെയ്തിട്ട് അല്ലാഹു തആല നടപ്പിലാക്കിയ ശിക്ഷ ഏറ്റെടുക്കല്ലേ? മുൻഗാമികൾക്കൊക്കെ ഉള്ള തൗബ ഓല ശരീരത്തോട് കൊന്നുകളയലേന്ന് സ്വന്തം തന്നെ ഓരോരുത്തരും. നമുക്ക് കിട്ടിയ എളുപ്പമാണത്. മുൻഗാമികൾക്കൊക്കെ അങ്ങനെ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. ബനി ഇസ്രായേൽക്കാർക്കൊക്കെ എങ്ങനെ തൗബ? അവരെ തൗബ ഓരോരുത്തരും ശരീരത്തിൽ കൊന്നു തീർക്കുക. അപ്പൊ തൗബായി. അതായിരുന്നു അന്നത്തുള്ള തൗബ. നിയമം മാറ്റി തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ എളുപ്പ. ചെയ്ത തെറ്റുകൾക്ക് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇത് ഇസ്ലാം നടപ്പിലാക്കിയ ഈ ശിക്ഷ ഇത് ഏറ്റെടുക്കുന്ന ആ സ്വഹാബിയെ പറ്റി ബാക്കിയുള്ളവർ പറഞ്ഞു പരിശുദ്ധിയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് വേണ്ടട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? ഞാൻ ഇപ്പൊ മായിസ് റളിയല്ലാഹു അൻഹു കാണുന്ന അവസ്ഥ എന്താ അറിയോ നിങ്ങള്? വഇന്നഹു ഫീ അൻഹാരിൽ ജന്നതി ലയൻഗമിസു ഫിഹാ, സ്വർഗ്ഗത്തിന്റെ നദികളിൽ മുങ്ങിക്കുളിക്കുന്നത് ഞാൻ കാണുന്നു. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ ശിക്ഷ ഏറ്റെടുത്ത് തൗബ ചെയ്തപ്പോൾ അല്ലാഹു തൗബ സ്വീകരിച്ചതിന്റെ വിഷയാ പറഞ്ഞു. എന്നാ നല്ലൽക്കന്നെ അമലുകളൊക്കെ ചെയ്ത് നടക്കുമ്പോഴും മറ്റുള്ള ആളുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനാവശ്യം പരക്കണമെന്നും അതുകൊണ്ട് അവർ വഷളാകണമെന്നും അവർക്ക് അങ്ങനെ ഒരു വിഷയം വരണമെന്നും ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ദുനിയാവിലെ ശിക്ഷ ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയ, ദുനിയാവിലെ ശിക്ഷ തൗബ കിട്ടാതെ മരിച്ചു പോകലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ചെറുതല്ല. ഇപ്പൊ നമ്മൾ ഒരാളെ ദീപത്ത് പറഞ്ഞിട്ട് അയാളെ ഷെയ്മുകേടാക്കി, അയാളെ ഒരു ഉള്ളറയിലെ രഹസ്യം പുറത്താക്കി, അത് 4 ആളറിഞ്ഞു, 2 ആളറിഞ്ഞു, അത് മതി. പരക്കാന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകാന്നാ പരക്കാന്ന് പറഞ്ഞാൽ. അല്ല ലോകതലത്തിൽ മൊത്തറണമെന്നല്ല. അപ്പൊ അതിനനുസരിച്ചുണ്ടാവും. അങ്ങനെ ഒരു വ്യാപിക്കുമ്പോ അങ്ങനെ ഒന്ന് പറയുമ്പോ പരത്തുമ്പോ ചിലപ്പം ചിന്തിച്ചില്ലാന്ന് വരും. ശരിക്കും ആലോചിക്കേണ്ടെന്നാണ്. ഇതിൽ പിന്നെ പരത്താൻ പറ്റിയ ഒരു ഭാഗമുള്ളത് നിയ്യത്തൊക്കെ നന്നാക്കിയിട്ടൊരു മസ്ലഹത്തിന്റെ ഭാഗം മാത്രമേ. അതും ഞാൻ പറഞ്ഞില്ലേ, വഷളാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. ഉദാഹരണമായിട്ട് എന്റെ മകനിൽ ഉള്ള ഒരു വിഷയം, എന്റെ ശിഷ്യനിൽ ഉള്ള ഒരു വിഷയം അയാളോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളോട് ഞാൻ പറയണം നിങ്ങൾ ആ വിഷയം ഒന്ന് പറയണം. എന്തിന്? ശിഷ്യനെ മോശാക്കാനോ മകനെ മോശാക്കാനോ അല്ല. അങ്ങനെയാണ് ഇത് പറ്റൂലെന്നാ. ഒരു വാപ്പ പോയിട്ട് ഉസ്താദിനോട് ഉസ്താദ് എന്റെ മോൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ ഓനൊന്ന് 2 പൂച്ചകൾ ശരിയാവും, അല്ലെങ്കിൽ ഒന്ന് ഉപദേശിച്ചാൽ ശരിയാവും. പാപ്പ ഉദ്ദേശിക്കുന്നത് ഓന് ഒന്ന് മോശാകട്ടെ എന്നാണോ? സംഗതി കുറ്റ. എന്റെ മോനാണെന്ന് കാര്യമില്ലത്. ഞാൻ ഇപ്പൊ എന്റെ മോനെ പറ്റി ഉസ്താദിനോട് പറയാം, ഉസ്താദെ നിങ്ങളെടുത്ത് പഠിക്കുന്ന എന്റെ കുട്ടിയില്ലേ, 3ാം ക്ലാസ് പഠിക്കണേ, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇടക്കിടക്ക് ഓന് സുബി ഇങ്ങനെ ഞാൻ അവിടെ കണ്ണ് തെറ്റ ഒന്ന് ഉറങ്ങിപ്പോവാൻ. അതുകൊണ്ട് നിങ്ങളൊന്ന്. അപ്പൊ ഇത് പറയുന്ന വാപ്പ ആ കുട്ടി മറ്റു കുട്ടികൾക്കിടയിൽ മോശാകണം എന്ന് ഉദ്ദേശിച്ചിട്ടോ ഓന് 2 കിട്ടിയിട്ട് പൊരയിൽ വന്ന് ചോദിക്കുമ്പോ എന്നാലേ അവന് അമർച്ച ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടോ ആകരുത്. എന്റെ കുട്ടി നന്നാകണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാകാവും. മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, സ്വന്തക്കാരനായ മോനെ സ്വന്തം മോനല്ലേ, അതിലും കൂടി പെർമിറ്റ് ഇല്ല ഉസ്താദല്ല. അത് നമ്മളെ മനസ്സിന്റെ അവസ്ഥ നന്നാക്കാനാണ്. എന്റെ ഭാര്യനെ പറ്റി ഞാൻ അമ്മൂസാക്കാനോട് പറയണം, നിങ്ങൾ കെട്ടിച്ചേരാൻ കണ്ടൊരു മോള്, അവിടെയും നമ്മളെ പറച്ചിട്ട് നന്നാക്കണം, ഉദ്ദേശം നന്നാക്കണം. 4 കിട്ടട്ടെ, എന്നിട്ട് പൊരയില്ല ബാക്കിയുള്ള നാത്തുമാരും മറ്റൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഓളം നന്നാകട്ടെ. അത് പറ്റൂല, അത് പറ്റൂല. നന്നാകണം എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം സീക്രട്ട് ആയിട്ട് കൈമാറി ഉപദേശിക്കാൻ പറഞ്ഞ ഉപദേശമാണോ? ലക്ഷ്യം നന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തിനാപ്പോ മറ്റാളോട് പറഞ്ഞത്? ഓനൊന്ന് അറിഞ്ഞോട്ടെ, മറ്റോടോ ഓനൊന്ന് അറിഞ്ഞോട്ടെ, ഒക്കെ അറിഞ്ഞിക്കണത് നല്ലതാ. അങ്ങനെയല്ല ആൾക്കാർ പറഞ്ഞു ഓനൊന്ന് അറിഞ്ഞോട്ടെ.
എന്തിനാ ഓരോട് പറഞ്ഞു? ഓലൊക്കെ ഒന്ന് അറിയട്ടെ, എല്ലാരും ഒന്ന് അറിഞ്ഞോട്ടെ. എന്താ എന്റെ ലക്ഷ്യം? ലക്ഷ്യം എന്താ പറയാത്തത്? ലക്ഷ്യം തന്നെ വിശ്വാസികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോശത്തരം അത് വ്യാപിക്കണം, അതെല്ലാരും അറിയണം എന്ന ലക്ഷ്യത്തോടുകൂടെ പറയാണ്. എന്നാൽ അത് ചെറിയ വിഷയമല്ല, കടുപ്പമേറിയ വിഷയമാണ്. ആഖിറത്തിൽ നരകശിക്ഷയും ഉണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ശിക്ഷന്റെ അളവ് നിങ്ങൾക്കാർക്കും അറിയില്ല. വല്ലാഹു യഅലമു, ഈ കൊടുക്കുന്ന ദമ്പിന്റെ ശിക്ഷന്റെ അളവ് എത്ര ഉണ്ട്, അതിന് എത്ര കൊടുക്കണമെന്നുള്ള പ്രതികാരം നിങ്ങൾക്കാർക്കും അറിയില്ല. അത് അല്ലാഹു തആലക്ക് അറിയുള്ളൂ. അല്ലാഹു നമ്മളോട് പറയുന്നു വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയില്ല. ആർക്കൊക്കെയാണ് അങ്ങനെ കൊടുക്കേണ്ടത്, ആരൊക്കെയാണ് അതിന്റെ ആള്, ആ ലിസ്റ്റ് നിങ്ങൾക്കറിയില്ല, അല്ലാഹു തആലക്ക് അറിയുള്ളൂ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ റജുലിൻ ശദ്ദ അൽദം മിനൻ നാസി ഫീ ഖുസൂമ ലാ ഇൽമ ലഹു ബിഹാ. ഒരു മനുഷ്യൻ ഒരു തർക്കത്തില് ഒരാളെ പക്ഷം ചേർന്നിട്ട് ശക്തി പകർന്നു. എന്താണ് ഈ തർക്കം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഓന്റെ കൂടെ ഇപ്പൊ നിന്നെടുത്ത കാര്യം ഉണ്ടാവും. ഒരു തർക്കം ഉണ്ടായപ്പോ ഒരാൾ ഒരു പക്ഷം ചേർന്നു. എന്തിനാ ഓന്റെ പക്ഷത്ത് നിന്ന്? ഓന്റെ പക്ഷത്ത് അങ്ങനെ ഓനൊരു അനക്കറിയാം തർക്കത്തിനെ പറ്റി വല്ലതും അറിയാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കും. അല്ല, ഉണ്ടായ പ്രശ്നത്തെ പറ്റി നീ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ ഓന്റെ കൂടെ നിന്നെടുത്തെങ്കിലേ ഇപ്പൊ കാര്യം നടക്കുള്ളൂ എന്ന രീതിയിൽ ലാ ഇൽമ ലഹു ബിഹാ, ഈ തർക്കമായിട്ട് ഓൻക്ക് ഒരു ഇൽമുമില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ പക്ഷം നിന്നിട്ട് ശക്തി കൊടുക്കുന്ന, സഹായം കൊടുക്കുന്ന ആളുകൾ ഫഹുവ ഫീ സുഖ്തില്ലാ, അവൻ അല്ലാഹുവിന്റെ ദേഷ്യത്തിലാണ്. ഹത്താ യൻസഅൻഹാ, ആ തർക്കത്തിൽ നിന്ന് അവൻ വിട്ടുമാറുന്നത് വരെ. വിട്ടുമാറാൻ പറ്റൂല, അങ്ങനെ കൂടി തന്നുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. അത് പിറ്റത്താഴ്ചയും പോവും, പിറ്റത്താഴ്ചയും പോവും. നമ്മളെ കൂടെ തന്നെ നിൽക്കട്ടോ, എനിക്ക് വേണ്ടത് നമ്മൾ തരാം. ഈ പ്രശ്നത്തിന്റെ വിഷയം ഇവൻ അറിയോ? ഇവൻ അറിയില്ല. ഇവൻ എന്തിനാ ഇപ്പൊ കൂടെ നിർക്കുന്നത്? കൂടെ നിർത്താൻ എന്ത് കാര്യ? ഒരിക്കൽ പോയാ 5000 പെട്ടു, പിന്നെ പോയാ 16 നിർക്കണേ. ഈ പ്രശ്നമായിട്ട് സുഹൃത്തെ നിനക്ക് വല്ലതും അറിയോ? ഒന്നും അറിയില്ല. എ മുതൽ Z വരെ അറിയണ്ട ഒന്നും അറിയില്ല. പിന്നെ ഓൻ കുറച്ചൊക്കെ ഒരു പിന്നെ ഉള്ള ആളായത് കൊണ്ട് നമ്മളോട് കൂടിക്കൊടുത്തേ ഉള്ളൂ. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. ഒരു പ്രശ്നത്തിൽ തലയിടണമെങ്കിൽ, പോയി ചേരണമെങ്കിൽ, പങ്കാകണമെങ്കിൽ കുടുംബക്കാരന്, നാട്ടുകാരന് അല്ലെങ്കിൽ അയൽക്കാരന് എന്നുള്ളതല്ല, ആ വിഷയത്തെ പറ്റി വ്യക്തമായ ഒരു അറിവ് വേണം. അല്ലാതെ നമ്മൾ പോയി കുഴി ചാടാൻ പാടില്ല. ഒരു പക്ഷെ അയാളൊക്കെ ഇതിന് കൂട്ടുനിൽക്കേണ്ട ആവശ്യമില്ലെന്ന് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ പുറത്തുനിന്ന് വായിക്കുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ആ വിഷയത്തെ പറ്റിയുള്ള വ്യക്തമായ അറിവ് വേണം. എന്നിട്ട് പറയാണ്, കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കാതെ റെക്കമെൻഡ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്തിയാൽ, അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. അയാൾക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ ഉണ്ട്, ആ ശിക്ഷ കിട്ടാതെ അയാൾ എന്തെങ്കിലുമൊക്കെ അയാളെ പേരിൽ അവിടെ കൊടുത്തിട്ട് രക്ഷപ്പെടുത്തിട്ട് പോന്നാൽ ഫഖദ് ആനദല്ലാഹ ഹഖൻ, അല്ലാഹുവിനോട് അവൻ മത്സരിച്ചു ഒരു ഹക്കിന്റെ വിഷയത്തിൽ. വാഖദമ അലാ സുഖ്തിഹി, അല്ലാഹുവിന്റെ ദേഷ്യത്തിന്റെ മേൽ അവൻ മുന്നിട്ടു. വഅലൈഹി ലഅനത്തുല്ലാഹി തതാബു ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹുവിന്റെ ശാപം അവനുണ്ട് ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. കിട്ടേണ്ട ശിക്ഷയിൽ നിന്ന് അയാൾ അതിന്റെ ആളല്ല എന്നും പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് ഇറക്കിക്കൊണ്ടുവരാൻ. അയാൾക്ക് അങ്ങനെ ശിക്ഷ കൊടുക്കണ്ടേ? അയാൾ അതിന്റെ ആളൊന്നല്ല. അയാളെ പറ്റി അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി പറഞ്ഞതാണ്. എന്നാ സത്യത്തിൽ ഉണ്ടാക്കി പറഞ്ഞാണോ? അല്ല, അയാൾ പ്രതിയാണെന്നുള്ളതിന് തെളിവുണ്ടോ? എമ്പാടും തെളിവുണ്ട്, സ്വന്തക്കാരും തെളിവുണ്ട്, പല സാക്ഷികളുണ്ട്. അതൊക്കെ മറികടന്ന് ഹൈജാക്ക് ചെയ്ത് റെക്കമെൻഡ് മൂലം ഹദ് കൊടുക്കാതെ രക്ഷപ്പെടുത്തി പോന്നാൽ അള്ളാഹിനോടാ മത്സരിക്കുന്നത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മദീനയിലെത്തിയപ്പോ യഹൂദിയത്തായ ജൂതത്തിയായ പെണ്ണിനെ കൊണ്ടുവന്നു. ആ പെണ്ണ് സിന ചെയ്തിട്ടുണ്ട്. സിന ചെയ്ത പെണ്ണ് വിവാഹിതയായ പെണ്ണാണ്, എറിഞ്ഞു കൊല്ലണം. കുടുംബക്കാരും മേലാളന്മാരും ഒക്കെ വന്നിട്ട് പറഞ്ഞു, അങ്ങനത്തെ ഒരു നിയമം തൗറാത്തിലില്ല, അത് കരിനിയമമാണ്. തൗറാത്തിൽ അങ്ങനത്തെ നിയമമല്ല. തൗറാത്തിന്റെ ചില കോപ്പികൾ അന്നുണ്ടല്ലോ. തൗറാത്ത് കാണാതെ പഠിച്ചവരുണ്ട്. അന്നത്തെ കോപ്പി അനുസരിച്ച് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, എന്നാലും കുറെ മാറിയിട്ടുണ്ട്. തൗറാത്ത് അങ്ങനത്തെ നിയമമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കയ്യിലുള്ള തൗറാത്ത് കൊണ്ടുവരി, ഞാനൊന്ന് കേൾക്കട്ടെ. തൗറാത്ത് കൊണ്ടുവന്നു, വായിക്കാൻ പറഞ്ഞു, വായിച്ചു, വിശദീകരിച്ചു. തൗറാത്തൊക്കെ നന്നായി അറിയുന്ന ഒരു സഹാബി ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു.
മഹാനവരോട് ചോദിച്ചു അവര് വായിച്ചത് ശരിയാണോന്ന് ചോദിച്ചു. അവര് വായിച്ചത് ശരിയല്ല, ഞാൻ അതിന്റെ പൂർണ്ണ ഭാഗം വായിച്ചതാണ്. അവര് നടുവിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ കൈ വെച്ചിട്ട് വായിച്ചിട്ടുണ്ട്. ആ ഭാഗം അടക്കം വായിച്ച് വിശദീകരിച്ചപ്പോൾ എറിഞ്ഞു കൊല്ലണമെന്നുണ്ട്. ശിക്ഷ അങ്ങോട്ട് നടപ്പിലാക്കി. ഈ കണ്ട മേലാളന്മാരും ഈ കണ്ട നേതാക്കളും ഈ കണ്ട കുടുംബക്കാരും ഒക്കെ മുദ്രാവാക്യം വിളിച്ചു വന്നതിനാ തൗറാത്തിൽ അങ്ങനല്ല, തൗറാത്തിൽ ഇല്ലാത്തൊരു സംഗതി നടപ്പിലാക്കി അവിടെ പ്രശ്നമാകും, ഇവിടെ അങ്ങനാകും ഇങ്ങനാകും. ഈ മത്സരം ആരോടാ? അള്ളാഹുവിനോടാ ഈ മത്സരം. അല്ലല്ലേ തൗറാത്ത് ഇറക്കിയത്, അല്ലല്ലേ ഇഞ്ചിയിൽ ഇറക്കിയത്, ഖുർആൻ ഇറക്കിയത്. അള്ളാഹിനോടാ മത്സരിച്ചത്. വിധി നടപ്പിലാക്കപ്പെട്ടു. അപ്പോ കിട്ടേണ്ട ശിക്ഷക്ക് റെക്കമെൻഡ് ഇല്ല, അത് അനുഭവിച്ചു പോരും. അതൊരു പക്ഷെ നമ്മളെ നാട്ടിലും പുറത്തുള്ള നാട്ടിലൊക്കെ ഇസ്ലാമിന്റെ വിഷയത്തിൽ പറയപ്പെട്ട ശിക്ഷ ഉണ്ടാകൂല, പക്ഷേ അതിനോളം കടുപ്പ് ഒരു ശിക്ഷ ഉണ്ടാകും നാട്ടിന്റെ നടപ്പനുസരിച്ച്. ഇപ്പൊ ഉദാഹരണമായിട്ട് വിദേശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആ നാടിന് ചേരാത്ത ഒരു പൊടിയോ ഒരു പാക്കറ്റോ മറ്റൊക്കെ പിടികൂടിയാല് വർഷങ്ങളോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അവിടെ കിടന്നിട്ട്. സത്യത്തിൽ അങ്ങനെ ഒരു വിഷയത്തിൽ പിടികൂടപ്പെട്ട ആൾക്ക് കൊടുക്കേണ്ട ഒരു ശിക്ഷയിൽ നിന്ന് അയാൾ ആ ശിക്ഷ അനുഭവിക്കണം. അയാൾ അതിന് പോയിട്ടല്ലേ, കുറച്ചാൾ അനുഭവിക്കണം. പിന്നെ അയാൾക്ക് ബോധ്യം വരട്ടെ, നന്നായി വരട്ടെ. കുടുങ്ങിപ്പോയി എന്ന് എല്ലാരെ പറ്റിയും പറയാൻ പറ്റില്ല. എല്ലാരും കുടുങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. കുടുങ്ങുന്നവരുണ്ട്. നാളിപ്പോ ഞാൻ പോരുമ്പോ എന്റെ അടുത്ത് ഒരാൾ ഒരു കവർ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഈ കവറായിട്ട് ഞാനിപ്പോ അപ്പുറത്തെ ബാഗിൽ കിതാബും കാര്യമാണ്, ഈ കവറുകൊണ്ട് മാത്രം ഞാൻ കുടുങ്ങേണ്ടി വരും ചോദിച്ചു. അപ്പൊ അയാൾ ആ കവർ പൊളിച്ചു, ശരിക്കും പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ എനിക്ക് കാണിച്ചു തന്നു. അതിന്റെ ഉള്ളിൽ ഒരു കത്തുണ്ട്. ആ കത്താണ് ഞാൻ ശരിക്കും നോക്കി. അതോടൊപ്പം തന്നെ അയാള് ഇവിടെ കൊടുത്തയക്കുന്ന ഒരു ചെറിയ ചെക്കുണ്ട്. ചെക്കിന്റെ ലീഫാണ് അത്, അതിന്റെ ആവശ്യത്തിന് കൊടുത്തയക്കാം. ഞാൻ ചോദിച്ചു, വേറൊന്നുമില്ലല്ലോ? വേറൊന്നുമില്ല. ഇനി ഇതിന്റെ പേര് വല്ല നൂലാമാൽ? ഒരു നൂലാമാലും വരില്ല. സംഭവ കാര്യങ്ങളൊക്കെ തന്ന് ഇങ്ങനെ കുടുങ്ങുന്ന കുറെ ആൾക്കാരാണ്. ഇതൊന്നും അവിടെ കൊടുത്താൽ മതി രാഷ്ട്രീയ ഘട്ടത്തിൽ, ഇതൊന്നും അവിടെ കൊടുത്താൽ മതി പറയുമ്പോ പിന്നെ കൂടി കെട്ടേക്കാനാണ് അത് വാങ്ങിയിട്ട് അവിടെ വെക്കും. ആ വെക്കുമ്പോ പിന്നെ ഒരു സഹായം എല്ലാവരും മനുഷ്യന് ചെയ്യേണ്ടി. ഇവിടെ വന്ന് നോക്കുമ്പോ ഉള്ള ഉപകരണത്തിലൊക്കെ ചെക്ക് ചെയ്തപ്പോ എന്തോന്നുണ്ട്, പിടിച്ചു തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് പൊതി ചെറുതാണ്, പക്ഷെ ഉള്ളിലുള്ള മഹാസംഭവം. അങ്ങനെ കുടുങ്ങുന്നവരുണ്ട്. അതൊക്കെ കുടുക്കുവാണ്, അത് വേറെ. ഓരോന്നും പ്രതികളായി ചേർക്കാൻ പറ്റില്ല. പക്ഷെ അതിനും ശിക്ഷ വരും നിയമപ്രകാരം. ഞാൻ ഇപ്പറഞ്ഞതല്ല, ഇപ്പറഞ്ഞത് ഒരൊറ്റ അടിക്ക് അങ്ങോട്ട് വളരണം എന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അങ്ങനെ ഉണ്ടാവും. ഇവിടുന്ന് ഇപ്പൊ 2 കിലോ 3 കിലോ 4 കിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മയക്ക് വസ്തു, കോടിക്കണക്കിനാലോ മയക്ക് വസ്തു കയറ്റി അതാണ് വിതരണം ചെയ്ത് ഒരു 2 കൊല്ലം കൊണ്ട് കൂടുതലൊന്നും അധ്വാനിക്കാനാവില്ല. 2-3 കൊല്ലം കൊണ്ട് അധ്വാനിക്കണമൊക്കെ ഒരു ദിവസം കൊണ്ട് അധ്വാനിച്ചിട്ട് പോരണോ? അങ്ങനെ ചിന്തിച്ച് കയറ്റുന്ന ആൾക്കാരാണ്. അതുപോലെ നേരെ ചെന്ന് കാര്യപ്പെട്ട ആൾക്കാരെ മുന്നിൽ പെടും ചെയ്യും. അങ്ങനെ പെടുമ്പോ പിന്നെ ഒരു കുടുങ്ങിയതിനെ പറ്റി പറയാനല്ല, നേരത്തെ നിയത്താക്കി പോയതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ശിക്ഷ അവർക്ക് ഉണ്ടാവും. കുറച്ചാ ശിക്ഷ പോലും അനുഭവിക്കേണ്ടി വരും. അങ്ങനെയല്ല, പാസ്പോർട്ട് അടിച്ചെടുത്താണ് പിടിക്കപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ട്. അതാ രാജ്യത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹല്ലേ? ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ തന്നെ ചെയ്യാൻ പാടില്ല. ഇവിടെ തന്നെ ഇപ്പൊ നിയമപരമായിട്ട് ഇതിൽ തന്നെയല്ലേ? അനുകൂലാണെങ്കിൽ പറ്റും. അയാൾക്ക് അതിന് ലൈസൻസ് ഒക്കെ ഉണ്ട്, അയാൾ അതിന് പറ്റിയ ആളാണ്, ഓഫീസ് ഉദ്യോഗസ്ഥനാണ്, അതൊക്കെ പറ്റും, അയാൾക്ക് ജോലിയല്ലേ ഇത്. അതേ സമയത്ത് ഇപ്പൊ ഞാനൊരു പെട്ടിപ്പീടിട്ട് ഞാനൊരു ഭാഗത്തിരിക്കുക, ഞാൻ അതിന്റെ കവറും അതിന്റെ കടലാസും അതിന്റെ ഉപകരണം കൊണ്ടുവരിക, ഇഭാഗത്ത് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പുറത്ത് പോയാൽ കിട്ടിയ കൊടുക്കേണ്ടി 2000 ആണെങ്കിൽ ഇവിടെ 20,000 വാങ്ങാം. പിന്നെ 10-15 ആൾക്കാർ കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ രാജ്യത്തിനെതിരായി നിയമത്തിനെതിരായി ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ കിട്ടേണ്ട ഒരു ശിക്ഷ ഉണ്ടാകും. ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവിടെ റെക്കമെൻഡിനല്ല ആളുകൾ പോകേണ്ടത്. അയാൾ ആ വിഷയത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് മാറി ചിന്തിക്കട്ടെ എന്ന് കരുതിയിട്ട് പോകണം. ഇത് സത്യത്തിൽ ബാപ്പാനടിച്ച് ഉമ്മാനടിച്ച് ഓനെ പോലീസ് പിടിച്ചുണ്ടായാലും ഓനൊരു മണിക്കൂർ കഴിയുമ്പോഴേക്കാളുമല്ലോ പിന്നെ നമ്മളാളാണ് ഓനൊന്ന് അങ്ങനെ നടക്കാൻ പറ്റില്ല. അങ്ങനെ വലിയ വിഷയമാണ്, വലിയ കേസ് ഉണ്ടാവും. അല്ല, നിങ്ങളൊന്ന് എന്നിട്ട് അതിനെന്താ വേണ്ടി വെച്ചാല് അത് കൈമാറാ ഓനെ കൊണ്ടുവരാം. ഓനെ കൊണ്ട് തിരിച്ചെന്നാ പിന്നെ 2 അടി പിന്നെ അടിച്ചല്ലോ ബാപ്പാനിമാൻ. കാരണം ഓൻ ഈ വിഷയത്തിൽ ചെറിയൊരു അനുഭവം കൂടി ഉണ്ടായിട്ടില്ലല്ലോ.
തെറ്റും കുറ്റം ചെയ്ത ആൾക്കാർ, അതല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പേടിക്കുന്നത്. ഏറ്റവും വലിയ വിഷയം അതല്ലേ. ഭാര്യനെയും മക്കളെയും കൊന്നു പിറ്റേന്ന് സ്റ്റേഷനിൽ ഹാജരായ ഓനെ ലോക്കപ്പിലിട്ട് അടച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോ ഓനെ തുറന്നിട്ട് ഓൻ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്ന് കടലിൽ കുറിച്ച് നടക്കണം, ചായ അടിച്ചു ആൾക്കാർ കാണുമ്പോ പിന്നെ ഇതിനെന്താ കാര്യമായിട്ടുള്ളത്? ഇനി അടുത്തോളിങ്ങനെ ചെയ്തു. അപ്പൊ ഏൽക്കേണ്ട ശിക്ഷകൾ നിയമപരമായിട്ട് ഏൽക്കണം. അവിടെ റെക്കമെൻഡിന് പോകാൻ പാടില്ല. അവിടെയാണ് ഈ ഹദീസ് പറഞ്ഞത്. കിട്ടേണ്ട ശിക്ഷക്ക് കിട്ടാതെ റെക്കമെൻഡ് ചെയ്തിട്ട് രക്ഷപ്പെടുത്തുന്ന ആള് ഓൻ അള്ളാന്റെ ലഅനത്തുണ്ട്. ഏതൊരു മനുഷ്യനുണ്ടോ മുസ്ലിം, മറ്റൊരു മുസ്ലിമിന്റെ മേലൊരു വാക്കവൻ പറഞ്ഞു പരത്തുന്നു, ആ മുസ്ലിം ആ വിഷയത്തിൽ നിരപരാധിയാണ്. എന്നാൽ ഇവന്റെ അഭിപ്രായം എന്താണെന്നറിയോ? ആ മോശത്തരം കൊണ്ട്, ആ ദൂഷ്യത കൊണ്ട് ദുനിയാവിൽ അവനൊരു കല വരുത്തണം, ഒരു കേട് വരുത്തണം. അല്ലാഹു തആലാന്റെ മേൽ ഹഖാണ് അൻ യർമിയഹു ബിഹാ ഫിന്നാർ. ഇങ്ങനെ ഒന്ന് പരത്തി എന്ന കാരണം കൊണ്ട് അവരെ നരകത്തിൽ വലിച്ചെറിയും. അത് അല്ലാഹു തആല അവന് കൊടുക്കുന്ന ചെയ്യും. ഓനൊന്നും മോശാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ ഒരാളെ മേല് ഇല്ലാത്തത് പരത്ത. സത്യത്തിൽ അയാളത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരത്തലല്ല ലക്ഷ്യം, ഓനെ ഉപദേശിച്ച് നന്നാക്കല ലക്ഷ്യം. ഇത് പറയാത്ത വാക്കും കൂടി പറയാത്ത പ്രവർത്തനം കൂടിയാകുമ്പോ കുറച്ച് കടുപ്പേറി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞിട്ട് ഓതി കൊടുത്തു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. സൂറത്തുൻ നൂറിലെ 19-ാമത്തെ ആയത്ത്. അല്ലാഹു തആല അവർക്ക് നൽകുന്നത് കടുത്ത ശിക്ഷയാണ്, ദുനിയാവിലും ആഖിറത്തിലും. രണ്ട് ലോകത്തും അതിന് ഒഴിവില്ല. തെറ്റ് സ്വന്തം ചെയ്തിട്ട് ഖാലിസായ തൗബ ചെയ്തിട്ട് ഒരാൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറമാണിത്. ഇത് സ്വന്തത്തിൽ മാത്രമുള്ളതല്ല, മറ്റൊരാളിലേക്ക് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ പറ്റി, വിശ്വാസികളെ പറ്റി ഒരു ഫാഹിഷത്തും പരത്തരുത്. അതിന് നമ്മൾ താല്പര്യപ്പെടരുത്. മസ്ലഹത്തിന്റെ മാർഗം എന്ന നിലക്ക് പറയുകയും അത് ഉപദേശിക്കുകയും അതിന്റെ മാർഗങ്ങൾ തേടുകയും ചെയ്യണം, നിയ്യത്ത് നന്നാക്കിയിട്ട്. അല്ലാത്ത പറ്റൂല, അല്ലാത്തതിലേക്ക് പ്രവേശിക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂട്ടത്തിലേക്ക് വരുമ്പോഴേ, നിങ്ങളെ കൂട്ടത്തിലേക്ക് ഞാൻ സംസാരിക്കാനോ മറ്റോ വരുമ്പോ എനിക്ക് വരാൻ ഏറ്റവും ഇഷ്ടം എന്താ? നിങ്ങൾ വാന സലീമു സുദുർ, നല്ല മനസ്സുള്ള ആളായിട്ട് വരാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നബിയെ, മറ്റേ ആൾ അങ്ങനെയാണ്, ഇയാള് അങ്ങനെയാണ്, മറ്റേ ആൾ അങ്ങനെയാണ്, അങ്ങനെ ആരും എന്നോട് ഒന്ന് പറയണം. അയാളെ ഉപദേശിക്കേണ്ട വല്ല ബാധ്യതയുണ്ടോ? നിങ്ങൾ ഉപദേശിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? എടുത്ത് കൊണ്ടുവരാം. പറഞ്ഞാ മാത്രം അയാൾ അങ്ങനെ ഇങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ കാര്യം നടക്കൂലല്ലോ. പൊതുവെ ഞാൻ പറയേണ്ട ചില വിഷയങ്ങൾ അല്ലാഹു തആല എനിക്ക് ഡയറക്റ്റായി അറിയിച്ചു തരും. ഞാനത് പറയും, നിങ്ങൾ പറയണം. വീട്ടിൽ വരെ വന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് പറയും, തങ്ങളത് പറയണ്ട, അതിവിടെ പറയണ്ട, നിങ്ങൾ അതിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല, അത് പറയണ്ട. ഇതെന്തിനാണ് ഈ കരുതലൊക്കെ സ്വീകരിക്കുന്നത്? മറ്റുള്ളവരെ പറ്റി ഒരു ചൊറിച്ചിലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇറങ്ങിയ 10 ആയത്തുകളാണ് നമ്മളിവിടെ ഓതിയത്. അല്ലാഹു അതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. വലിയ മഹത്തുള്ള മഹദിയല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. മറ്റു ഭാര്യമാർക്കൊന്നും കിട്ടാത്ത 10 മഹത്വങ്ങൾ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്ന് മഹദി ഒരിക്കൽ പറഞ്ഞു. മറ്റു ഭാര്യമാർക്കൊന്നുമില്ലത്, എനിക്ക് മാത്രം സ്വന്താണ്. അപ്പൊ കേൾക്കുന്നവർ ചോദിച്ചു, എന്താ 10 മഹത്വങ്ങള്? ഒന്ന്, അല്ലാഹു തആല എനിക്ക് തന്ന വലിയൊരു തൗഫീഖാണ്, നബിതങ്ങൾ ആകെ കല്യാണം കഴിച്ചൊരു ബിക്ർ ഞാൻ മാത്രമാണ്. ബിക്റായിട്ട് മറ്റൊരു വിവാഹം ചെയ്യാത്ത രൂപത്തിൽ തങ്ങള് ഈ കഴിച്ച ഭാര്യമാരിൽ നിന്ന് എന്നെ മാത്രമേ തങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളൂ. നേരത്തെ വിവാഹം ചെയ്യാത്തൊരു പെണ്ണെന്ന നിലയ്ക്ക് എന്നെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ബാപ്പയും ഉമ്മയും ഹിജ്റ പോയ നിലക്കുള്ള ഒരു ഭാര്യ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. രണ്ടാളും മുഹാജിറാണ്. എന്റെ ബാപ്പയും മുഹാജിറാണ്, ഉമ്മയും മുഹാജിറാണ്. അതെനിക്ക് സ്വന്തം കിട്ടിയ മഹത്താണ്. മൂന്നാമത്തത് വഅൻസലല്ലാഹു ബറാഅതി മിനസ്സമാ, എന്റെ മോചനം, എന്റെ നിരപരാധിത്വം അല്ലാഹു ഡയറക്റ്റായാണ് ഇറക്കി തന്നത്.
നബി തങ്ങൾ ഒരു സ്വപ്നം കണ്ടിട്ടോ വേറെ രൂപത്തിൽ ഒന്നും മനസ്സിലാക്കിയതല്ല, അള്ളാഹു ഇങ്ങോട്ട് ഇറക്കി കൊടുത്തതാണ്. അത് വലിയ മഹത്താണ്. നാലാമത്തത് ജിബ്രീൽ അലൈഹിസ്സലാം. എന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്റെ രൂപം കൊണ്ടൊരു പട്ടിൽ പൊതിഞ്ഞിട്ട്, എന്നിട്ട് പറഞ്ഞു തസവ്വജ്ഹാ, ഈ പട്ടിൽ കാണുന്ന രൂപമില്ലേ, എന്നെ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പാണ്, ഇത് തങ്ങളുടെ സൗജാണ്, തങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. ഇങ്ങനെ ഒരു നേരത്തെ ഉള്ള ഒരു മുന്നറിയിപ്പ് കൊണ്ട് വിവാഹം ചെയ്തത് ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ല. ബാക്കിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ലഹത്തനുസരിച്ച് സ്വീകരിച്ച ഭാര്യമാരാണ്, സ്വീകരിക്കേണ്ടത്. അഞ്ചാമത്തത് ഞാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ നിന്നായിരുന്നു കുളിച്ചിരുന്നത്. അങ്ങനെ ഒരു കുളിക്കൽ എന്നെ കൊണ്ടല്ലാതെ നബി തങ്ങൾ മറ്റൊരു ഭാര്യയെ കൊണ്ടും കുളിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള വല്ലാത്തൊരു അടുപ്പം. എന്തിനാ അങ്ങനെ കുളിച്ച് നായിക്കുന്നത്? കുളിന്റെ നിയമം വേണ്ടേ പഠിപ്പിക്കാം. അതിന് ഏറ്റവും യോഗ്യത ഭാര്യമാരെ, വേറുള്ള ഇല്ല, ഒരുമിച്ച് കുളിച്ചിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സ്വന്തമായത് വേറെ ഉണ്ട്, അത് ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊന്നും കിട്ടാത്തത് വേറെ ഉണ്ട്. അവ്വലു മൻ സ്വല്ലാ മഅഹു, അവ്വലു മൻ തവല്ലാ മഅഹു, അവ്വലു മൻ ആമന ബിഹി. അതൊക്കെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കുള്ള സ്വന്തമായതാണ്, വലിയ ഗ്രേഡുകളാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാന് എന്റെ റൂമില് തങ്ങളെ മുന്നിൽ ഞാൻ അങ്ങനെ വിലങ്ങിന് കിടക്കും, നബി തങ്ങൾ അതിന്റെ ബാക്കിൽ നിസ്കരിക്കുന്നുണ്ടാവും. ഞാനല്ലാതെ തങ്ങൾ നിസ്കരിക്കുമ്പോ അങ്ങനെ കടന്നൊരു കൊണ്ടുമില്ല. ഞാൻ ചെറുപ്പക്കാരിയാണ്, ഞാനിങ്ങനെ കിടക്കും വിലങ്ങിന്, നബി തങ്ങളുടെ ബാക്കിൽ നിസ്കരിക്കുന്നുണ്ടാവും. തങ്ങളിങ്ങനെ നിസ്കരിച്ച് വിത്രായി ഒരു റക്കാത്ത്, ഒരു 3 റക്കാത്തൊക്കെ നിസ്കരിക്കാണ്ടെങ്കിൽ എന്നെ ഒന്നിങ്ങനെ തങ്ങൾ ഒന്നിങ്ങനെ ഇഷാർത്താക്കി ഒന്നിങ്ങനെ തോണ്ടും. അപ്പൊ ഞാൻ എണീറ്റ് ഞാനും നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. ലാസ്റ്റ് ഘട്ടത്തിൽ തങ്ങൾ 11 റക്കാത്തൊക്കെ നിസ്കരിച്ച് മണിക്കൂർ കണക്കിനുണ്ടാവും. അപ്പൊ എല്ലാ റക്കാത്തും തുടക്കം മുതൽ എന്നെ വിളിക്കാതെ ഞാൻ മുന്നിൽ അങ്ങനെ വിലങ്ങനെ കിടക്കുന്നുണ്ടാവും, തങ്ങളങ്ങനെ ബാക്കിൽ നിസ്കരിക്കുന്നുണ്ടാവും. ഞാനങ്ങനെ കിടന്നുകൊണ്ടൊരു പ്രശ്നമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ അടുത്തത് പറയുന്നു, എന്റെ കൂടെ കിടക്കുമ്പോൾ മാത്രമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വഹി ഇറക്കി കൊടുത്തത്. ഞാനും തങ്ങളും ഒരുമിച്ച് കിടക്കും. ഇത് മറ്റൊരു ഭാര്യക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഞാൻ തങ്ങൾ ഒരുമിച്ച് കിടക്കുക, ഒരേ വിരിപ്പില് അങ്ങനെ കിടക്കുമ്പോ, ഒരു ഭാര്യന്റെ കൂടെ കിടക്കുമ്പോ വഹി ഇറങ്ങിയത് എന്റെ കൂടെ കിടക്കുമ്പോ മാത്രമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, മറ്റു വീടുകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, മറ്റു ഭാര്യമാരെ വീടുകളിലൊക്കെ തങ്ങൾ ഇരിക്കുമ്പോണ്ടെങ്കിലും ഒരു പുതപ്പിലായിട്ട് ഒരുമിച്ച് കിടക്കുമ്പോ വഹുവ മഈ, തങ്ങൾ എന്നോടൊപ്പം കിടക്കുന്ന സമയത്ത് വഹി ഇറങ്ങിയത് എന്നോടൊപ്പം കൂടെ കിടക്കുമ്പോ മാത്രമാണ്. അത് വല്ലാത്തൊരു ഒരു മഹത്വം തന്നെയാണ്. വഖബദല്ലാഹു നഫ്സഹു വഹുവ ബൈന സഹരി വനഹരി. എന്റെ നെഞ്ചിന്റെയും എന്റെ തുടയലിന്റെയും ഇടയിൽ തങ്ങൾ ഇങ്ങനെ ചാരിക്കടന്നിട്ടാണല്ലോ തങ്ങൾ വഫാത്താകുന്നത്. അതെനിക്ക് കിട്ടിയൊരു മഹത്താണ്. കാരണം അവിടെ കിടക്കാനാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. മറ്റു ഭാര്യമാരോടൊക്കെ സമ്മതം ചോദിച്ചതും എല്ലാവരും സമ്മതം കൊടുത്തു. എന്നാ തങ്ങൾ വഫാത്തായതെന്നറിയോ? എന്റെ വീട്ടിൽ കറങ്ങി വരുന്ന അതേ ദിവസം. എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു 9 ദിവസം ഉണ്ടാകുമ്പോൾ ഒരു ദിവസം എന്റെ വീട്ടിലല്ലേ, അങ്ങനെ കൂട്ടി നോക്കുമ്പോ ആ തങ്ങൾ വഫാത്തായ ദിവസം ശരിക്കും വരേണ്ടത് എന്റെ വീട്ടിലാണ്. അന്ന് എന്നെ വഫാത്തായ എന്റെ വീട്ടിലാണല്ലോ തങ്ങൾ അവസാനം കിടക്കാൻ തീരുമാനിച്ചത്. അവിടുത്തെ മദ്ഫൻ, അവിടുത്തെ മഖ്ബറ എന്റെ വീട്ടിലാണല്ലോ, എന്റെ റൂമിലാണല്ലോ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തീർന്നില്ല, എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണ് അവസാനമായി സംഗമിച്ചത്. എന്റെ മടിയിൽ തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മുന്നിലൂടെ പോയി കയ്യിലൊരു മിസ്വാക്കുണ്ട്. തങ്ങൾ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി മിസ്വാക്കിന് ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു മിസ്വാക്ക് വേണോന്ന്. തലയാട്ടിപ്പോ ഞാൻ ആ മിസ്വാക്ക് വാങ്ങി. ഒരു ഫ്രഷ് മിസ്വാക്കായിരുന്നു. ഞാൻ എന്റെ തൊള്ളയിൽ വെച്ചത് അങ്ങനെ ചവച്ചു. മിസ്വാക്ക് തേക്കണമെങ്കിൽ ആറാക്കൊന്ന് ചവക്കണല്ലോ. ചവച്ചപ്പോ അതിൽ ഉമിനീരുണ്ടാകുമല്ലോ. ഈ ഉമിനീര് ചേർത്തിട്ടല്ലേ തങ്ങൾക്ക് ഞാൻ പല്ല് തേച്ചു കൊടുക്കുന്നത്. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അല്ലാഹു അവസാനമായി ഒരുമിപ്പിച്ചു. സയ്യിദത്തുനാ ബീവി ആയിഷ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എത്ര മഹത്തുള്ള മഹദിയാണ്. അതുകൊണ്ടാണ് ഫളു ആയിഷ തആല സായിരിൻ നിസാ കഫളി സരീദ അലാ സായിരി തുആം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം മറ്റു സ്ത്രീകളെക്കാൾ ഭക്ഷണത്തിൽ പത്തിരിയുടെ മഹത്വം. പത്തിരിക്ക് മഹത്വം ഇല്ല, എല്ലാ നാട്ടിലും പത്തിരി. എന്തൊരു മഹത്വമാണ്! എന്താ പത്തിന്റെ മഹത്വം? ആർക്കും ഭക്ഷിക്കാലോ, പല്ലുള്ളവർക്കും ഒക്കെ ഭക്ഷിക്കാം. ഏത് കാലായാലും എടുത്തു പോകില്ലല്ലോ, ഒരു മടുപ്പില്ലാത്ത രൂപത്തിലുള്ള തന്നെ. അപ്പോ നിലനിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം എക്കാലത്തും നിലനിൽക്കും. ഖുർആനല്ലേ തെളിവ്. ഖുർആന് നിലനിൽക്കാത്തൊരു കാലം ഉണ്ടാവും.
എല്ലാ കാലത്തുമില്ലേ ഖുർആൻ? ആ കാലത്തൊക്കെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം ഇവിടെ നിലനിൽക്കുന്നു. അല്ലാഹു തആല ആ മഹതിമാരുടെ മഹത്വം കൊണ്ട് നമുക്ക് അല്ലാഹു ബർക്കത്ത് തേടി തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. صدق الله العظيم. صدق وصدق وبلغ رسوله النبي.